ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം. നമ്മളെ നാട്ടിലൊക്കെ ഇത് ഇവനെ കൊഞ്ചെന്നാണ് പറയുന്നത്. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ലെമൺ റൈസൊക്കെയാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ലെമൺ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ പോകുന്ന ഒരു അടിപൊളി അച്ചാറും കൂടെയാണ്. അപ്പോൾ നേരെ നമുക്ക് പോകാം. നേരെ ഞാൻ കൊഞ്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നാരങ്ങ നീര്, ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് മാഗ്നേഷൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം വച്ചേക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരെ അങ്ങ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി എടുത്തു. ചട്ടിയിലോട്ട് നല്ലെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇവനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാമേ. എണ്ണ ചൂടായി നമ്മൾ എടുത്തിടുന്നുണ്ട് നമ്മുടെ കൊഞ്ചു കുട്ടന്മാരെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാടങ്ങ് ഡീപ്പായിട്ടുള്ള ഫ്രൈ, അതായത് ഒരുപാടങ്ങ് റബ്ബറി ആവുന്നത് വരെ വറുത്തെടുക്കരുത്. നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റും പോവും, ഇതിൻ്റെ ഗുണവും പോവും, ഒരു ടേസ്റ്റും ഇല്ലാത്ത അവസ്ഥയിലോട്ട് മാറും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ കൊഞ്ചിൽ നിന്നൊക്കെ ഇത് കണ്ടോ, വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. കൊഞ്ചിൽ നിന്ന് തന്നെ ഉള്ള വെള്ളം നമ്മുടെ എണ്ണയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഈ വെള്ളം മാറുന്നത് വരെ മാത്രം, അതായത് എന്ന് പറയുന്നത് ഇതിൻ്റെ വെള്ളം ഇറങ്ങുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ വറ്റിപ്പോവുകയും ചെയ്യും. അതോടുകൂടി തന്നെ നമ്മുടെ കൊഞ്ച് റെഡിയാവുകയും ചെയ്യും. ഒരുപാട് ഇട്ടങ്ങായി കഴിഞ്ഞാൽ ഇതുമായി റബ്ബർ മാതിരി ആയിപ്പോവും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ട് ഇതിനൊന്നും അധികം വേവില്ല. ഇത് നോക്കി ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് എപ്പോഴാണ് ഇനി കോരേണ്ടത് സംശയമുള്ളവർ ഇത് നോക്കിയാൽ അറിയാം. ഇപ്പം നല്ലപോലെ കുമിളകൾ നമ്മൾ മുകളിലോട്ട് കണ്ടോ, നമ്മൾ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇത്രയും തന്നെ ധാരാളമാണ്. ഇതാണ് അതിൻ്റെ ടേസ്റ്റ് അല്ല, ഇതാണ് അതിൻ്റെ എന്താ പറയുക, ഒരു പരുവം എന്നൊക്കെ പറയില്ലേ, സംഭവം അത് തന്നെ. നമ്മളെല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. വേറെ എക്സ്ട്രാ എണ്ണയൊന്നും എടുക്കുന്നില്ല. ആ സെയിം എണ്ണ, നിങ്ങൾക്കറിയാം അച്ചാറിലൊക്കെ ഒരല്പം എണ്ണ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ എണ്ണ തന്നെ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകും പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്ന രീതിക്കാണ്. ഇവിടെ ഞാൻ ചെറിയൊരു ചേഞ്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത് യാത്രയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇത് 6 മാസം വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനിവിടെ എടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുമാതിരി കട്ട് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ പേസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് ഉണ്ടാകും. എനിക്ക് ഇങ്ങനെ നമ്മുടെ കൊഞ്ചിൻ്റെ കൂടെ ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കഴിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രൗൺ കളർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 2 വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കിടന്ന് ഇത് കറക്റ്റായിട്ട് അങ്ങ് പൊക്കോളും. അതും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിന് പൊടികളാണ് ചേർക്കുന്നത്. വേറെ അധികം പൊടികളൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചക്കുത്ത് ആദ്യം നമുക്കൊന്ന് ഇളക്കാം. പച്ചക്കുത്ത് ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് കായവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് എന്നെ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിൽ നിന്ന് എണ്ണ നല്ല രീതിക്ക് തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് നോക്കിയാൽ അറിയാം എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഈ ഒരു സമയത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൊഞ്ച് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിത് യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് എനിക്കൊരല്പം ഗ്രേവിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാൽ കപ്പിനും താഴെ അളവിൽ ഞാൻ നല്ല തിളച്ച വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളം, അതൊന്നും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചെമ്മീനെടുത്ത് ഇട്ട് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വെള്ളം ചേർക്കുന്ന ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് ബാക്കിയെല്ലാം നേരെ അങ്ങ് പോകും. ഇതിപ്പോൾ ഞാൻ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത്, ഇതിപ്പോൾ ഈ ഗ്രേവി ഉണ്ടെങ്കിലും നമ്മളിതൊന്ന് നല്ല ഇപ്പം തന്നെ അത് വറ്റി ഇതിലോട്ട് നമ്മുടെ ഈ ഗ്രേവി, നമ്മുടെ ഓരോ ചെമ്മീനിലും ഈ ഗ്രേവി ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഇളക്കി. ഇനി വേറൊരു കാര്യം, ഇതിനാവശ്യമുള്ളൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. മീനച്ചാറിന് അധികം ഉപ്പ് വേണ്ട, കാരണം നമ്മൾ ഫ്രൈ ചെയ്ത സമയത്ത് കൊഞ്ചിലോട്ട് നല്ല രീതിക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിക്കുള്ളത് മാത്രം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ ഗ്രേവിയൊക്കെ വറ്റി. ഇനി ഒന്നും കൂടെ ഇതിൻ്റെ തണുക്കുമ്പോഴത്തേക്കും ഈ ഗ്രേവിയെല്ലാം നമ്മുടെ കൊഞ്ചിലോട്ട് വരുന്നുണ്ടാവും. ഇനി അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ, മറക്കരുത്. ഭയങ്കര ഇതിൻ്റെ ടേസ്റ്റ് നല്ല രീതിക്ക് മാറുന്നൊരിതാണ്. ഒരു 1/4 ടേബിൾ സ്പൂണോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടിപൊളി ചെമ്മീൻ അച്ചാർ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും റെഡിയാക്കി നോക്കുക. അപ്പം ടാറ്റാ.